മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ ഈ 4 സുവിശേഷത്തിൽ ഏതെങ്കിലും ഒരു സുവിശേഷം ഒരു വ്യക്തിയെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ വായിച്ച് തീരും മുമ്പ് ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓടി നടന്ന് പ്രവർത്തിച്ച അതേ അത്ഭുതങ്ങൾ ആ വ്യക്തികളിൽ നടക്കുന്ന അനേകം അത്ഭുതങ്ങൾ കണ്ടുമുട്ടാൻ അവസരം കിട്ടി. മക്കളില്ലാത്ത 22 വർഷമായി ഷൺമുഖം, 20 വർഷമായ മേരി, 17 വർഷമായ വ്യക്തികൾ ശ്രീധർ, അങ്ങനെ അനേകം പേരോട്, അതായത് 100 കണക്കിന് വർഷങ്ങളോളം മക്കളില്ലാത്തവരോട് ഇപ്രകാരം പങ്കുവെച്ചു. മത്തായി സുവിശേഷം അതിരാവിലെ എണീറ്റിട്ട് ഒരു സഹനത്തോടെ വായിക്കാൻ വേണ്ടി യേശു ഉയർത്തെണീറ്റ സമയത്തിന് വേണ്ടിയിട്ട് രാത്രി 3 മണിക്ക് വായിക്കാൻ പറയുകയും വായിച്ച് തീരും മുമ്പ് തന്നെ അവർ കൺസീവ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഇന്ന് വരെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് പങ്കുവെച്ചിട്ട് മക്കൾ ലഭിക്കാത്തവരായി ആരുമില്ല. അതുപോലെ തന്നെ ജോലിയില്ലാത്തവരോട് പറയും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 ചാപ്റ്റർ അതിരാവിലെ എണീറ്റ് വായിച്ചാൽ ജോലി ലഭിക്കുന്നു പറഞ്ഞാൽ 1, 2, 3 ജോലികൾ ലഭിക്കുന്നു. വീടില്ലാത്തവർക്ക് വീടുണ്ടാകുന്നു, കാറില്ലാത്തവർക്ക് കാറ് മേടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ICUലും വെന്റിലേറ്ററും കിടക്കുന്നവരോട് പറയും, അതിരാവിലെ എണീറ്റിട്ട്, അതായത് കിടക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കളോട് അതിരാവിലെ 3 മണിക്ക് എണീറ്റിട്ട് മർക്കോസ് സുവിശേഷം 1 ഉച്ചകഴിഞ്ഞ് 3 2-ാമത്തെ അധ്യായവും, പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് 3-ാമത്തെ ചാപ്റ്ററും, ഉച്ചകഴിഞ്ഞ് 4-ാമത്തെ, ഇങ്ങനെ 16 ചാപ്റ്റർ വായിക്കാൻ പറഞ്ഞിട്ട് 8 ദിവസം കൊണ്ട് വായിച്ച് തീരും മുമ്പ് എത്ര വലിയ മഹാരോഗത്തിലും എത്ര വലിയ വെന്റിലേറ്ററിലും മരണത്തിൻ്റെ വക്കിൽ നിന്നും അനേകം പേർ പുറത്തിറങ്ങി വന്നു. അപ്പോൾ നമുക്ക് പിന്നെയും ഊർജ്ജസ്വലമായി വചനം പറയാനുള്ള തീഷ്ണതയായി. ഇനി വായിക്കാൻ ഒരാൾ റെസിസ്റ്റീവ് ആണെങ്കിൽ അവരോട് പറയും, അവർക്ക് വേണ്ടിയിട്ട് ലൂക്കാ സുവിശേഷം വായിച്ചാൽ മതി. അതായത് കാളയുടെ സിമ്പിൾ വഹിക്കുന്ന ലൂക്കാ സുവിശേഷം 24 ചാപ്റ്റർ നമ്മൾ വായിച്ച് തീരും മുമ്പ് തന്നെ അവർ സൗഖ്യം പ്രാപിക്കും. ഞാൻ അറിയുന്ന എൻ്റെ കോബ്രദർ വളരെ സീരിയസ് ആയിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ക്രിയാറ്റിൻ ലെവൽ 7 യൂറിൻ പോകാതെ വളരെ സീരിയസ് ആയി കിടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ രാത്രി 10:30 തൊട്ട് അതിരാവിലെ 2 മണി വരെ ലൂക്കാ സുവിശേഷം ഓരോ ചാപ്റ്റർ മാറി മാറി വായിച്ച് തീരും മുമ്പ് തന്നെ ശരീരത്തിൽ അവിടെ സൗഖ്യം അനുഭവപ്പെടുകയും 24 മണിക്കൂറിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു.